തൈറോയിഡിനുള്ള മെഡിസിൻ എടുക്കുന്നവർ ലൈഫ് ലോങ് ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണോ? അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏത് കണ്ടീഷൻ ആണെന്നനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ആയിരിക്കും ഇപ്പോൾ അഞ്ചു ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു 90 മുതൽ 95% ആൾക്കാർക്കും ലൈഫ് ലോങ് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ ഇപ്പം ഞാൻ മോസ്റ്റ് കോമൺ കോസ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ അറിയപ്പെടുന്നത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ്. അപ്പോൾ തൈറോയിഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്ലഡിൽ ആൻറ്റിബോഡീസ് എപ്പോഴും അവിടെ തന്നെ കാണും. അത് ലൈഫ് ലോങ് ഉള്ളതാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കുറവായതുകൊണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു അവസ്ഥയാണ്, അസുഖം എന്നതിനേക്കാളും ഉള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഹോർമോൺ എപ്പോഴും കുറഞ്ഞിരിക്കുകയാണ്. അതായത് തൈറോയിഡ് ഗ്രന്ഥി കറക്റ്റായി പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ ഒരു 200 മൈക്രോഗ്രാം തൈറോക്സിൻ വേണ്ട ഒരാൾക്ക് ഇപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി 150 ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു 50ൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കുറവ് നികത്താൻ വേണ്ടി നമുക്ക് 50 മൈക്രോഗ്രാം തൈറോക്സിൻ അവിടെ കഴിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളമാണോ കുറവ് വരുന്നത് അത്രത്തോളം നമ്മൾ അതിൻ്റെ ഗുളിക കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ കുറവ് എപ്പോഴും കാണും. പിന്നെ അത് മാത്രമല്ല, ഇതൊരു പ്രോഗ്രസീവ് ഡിസ്ഫങ്ഷൻ ആണ്. ഇപ്പോൾ 150 ഉണ്ടാക്കുന്ന തൈറോയിഡ് ഗ്രന്ഥി ആ ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 100 ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് 50 കഴിക്കേണ്ട ഒരാൾക്ക് ചിലപ്പോൾ 100 കഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക്കലി തൈറോയിഡ് ഫംഗ്ഷൻ മോണിറ്റർ ചെയ്യാൻ പറയുന്നത്. കാരണം ഇത് നമുക്ക് ദൈനംദിന പ്രവൃത്തികൾക്ക് വേണ്ടി ഊർജ്ജം പകരുന്ന ഹോർമോൺ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ഒരു കുറവ് നികത്തിയില്ലെങ്കിൽ ക്ഷീണം, തളർച്ചയൊക്കെ കൂടുതൽ വരാൻ, സിംറ്റംസ് കൂടുതലായി കാണപ്പെടും. അതുകൊണ്ട് ഒരു 90 മുതൽ 95% കേസസിലും ഇത് ലൈഫ് ലോങ് റീപ്ലേസ്മെന്റ് വേണ്ടി വരും. പക്ഷേ വളരെ അപൂർവമായിട്ട്, അതായത് ഒരു 5 മുതൽ 10% വരെ കേസസിൽ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ടെമ്പററി ആയിട്ട് തൈറോയിഡിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ആ ഒരു ഫേസ് കഴിയുന്നത് വരെ വേണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് എടുത്തിട്ട് ചിലപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോൾ ഗുളിക നിർത്താൻ സാധിക്കുന്നതാണ്.